ഞാനിത് കേട്ടപ്പോണ്ടല്ലോ 1-2 നിമിഷം തരിച്ചിരുന്നു പോയി. എന്താ രാമേന്ദ്ര പ്രശ്നം? പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് കേട്ടിട്ട് ആരും പാനിക് ആവൂല എന്ന് എനിക്ക് ഉറപ്പ് തരണം. നമ്മുടെ രേണുസുതി ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത് ആരെങ്കിലും അറിഞ്ഞിരുന്നോ? എന്നാ രേണുവും ആ പരിപാടി അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. നമ്മൾ പൈസ കൊടുത്ത് സബ്സ്ക്രിപ്ഷൻ എടുത്താൽ ഇവരുടെ എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾ നമുക്ക് കാണാം. അതാണ് പരിപാടി. നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. കുറച്ച് ക്ലീവേജ്, കുറച്ച് വയറ്, കുറച്ച് തുട, അർദ്ധനഗ്നമായിട്ടുള്ള ശരീരം കാണിച്ചു കൊടുത്ത് പൈസ ഉണ്ടാക്കുന്നതിന് ഒരു മിനി വ്യഭിചാരം എന്ന് തന്നെ വിളിക്കാം. തന്റെ എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾ, അതായത് ക്ലീവേജ് ഒക്കെ കാണിക്കുന്ന തന്റെ ഫോട്ടോകളും മറ്റും ആരൊക്കെയോ ചേർന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് പ്രചരിപ്പിച്ചിരിക്കുന്നു. എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്ന് അറിയോ ചേച്ചി ഓരോരോ എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾ ഉണ്ടാക്കുന്നത്? അതൊക്കെ എടുത്ത് ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇനി ആരെങ്കിലും ചേച്ചിന്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കോ? നിങ്ങൾ എന്തരീ കാണിക്കണേ? റിയാക്ഷൻ വീഡിയോ പറയുന്നവന്മാര് ചെന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അവരുടെയൊക്കെ പോസ്റ്റ് പേഴ്സണലി കൊടുക്കുന്ന അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ മാത്രം ചെയ്യുന്ന പോസ്റ്റുകളും റീൽസുകളും സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടാൽ അവസ്ഥ ഒന്ന് ആലോചിച്ചു. അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ശബ്ദം കനപ്പിച്ച് പറയടാ. ശബ്ദം കനിപ്പിച്ച് എന്താ നിങ്ങളുടെ ഉദ്ദേശം? അതിലിപ്പോ എന്താ എത്ര ആലോചിക്കാന്? എന്താ ഇപ്പൊ എത്ര പ്രശ്നം? നിങ്ങൾ എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾ ഇടുന്നു, ആളുകൾ അത് പൈസ മുടക്കി കാണുന്നു, ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുക്കുന്നു. അതിലിപ്പോ എന്താ? ഇപ്പൊ ഞങ്ങളുടെ പേരിലായ തെറ്റ്. സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആവശ്യമുള്ളവർ എടുക്കും. നിങ്ങൾ കാണിക്കാൻ നിന്നിട്ടല്ലേ, അല്ലാണ്ട് വെറുതെ ഒന്നല്ലല്ലോ. പൈസ മുടക്കി നിങ്ങളുടെ അപരാധമൊക്കെ കാണുകയും വേണം, എന്നാൽ അത് സ്ക്രീൻഷോട്ട് എടുക്കാനും പാടില്ല എന്നൊക്കെ പറഞ്ഞ എന്താ അവസ്ഥ? കുറെ വിവരമില്ലാത്തവന്മാരെല്ലാം ഒരു നാട്ടിൽ ഒന്ന് ജനിച്ച്. സത്യം പറഞ്ഞാൽ അതിൽ നിങ്ങൾ സന്തോഷിക്കല്ലേ വേണ്ടത്. വലിയ വലിയ സെലിബ്രിറ്റികളുടേത് പോലും ആരും പ്രചരിപ്പിക്കുന്നില്ല. പക്ഷെ രേണു ചേച്ചിനേത് മാത്രം പ്രചരിപ്പിക്കാന്ന് പറഞ്ഞാൽ അതൊരു സംഭവമല്ലേ ചേച്ചി? ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. മെറ്റ എന്ന പ്ലാറ്റ്ഫോം എനിക്കും കൂടി തന്നതാണിത് സബ്സ്ക്രിപ്ഷൻ. മനസ്സിലായോ? സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നവർക്ക്, അതായത് സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾ സ്ക്രീൻഷോട്ട് എടുത്ത് പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമപരമായി നീങ്ങുന്നില്ലേ? അത് കൊള്ളാലോ ചേച്ചി. അല്ല, എന്ത് പറഞ്ഞിട്ടാണ് ചേച്ചി കേസ് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. നിങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇട്ടൊരു കണ്ടന്റ്, അത് പൈസ കൊടുത്ത് വാങ്ങിയ ഒരാൾ സ്ക്രീൻഷോട്ട് എടുത്തെന്ന് വെച്ച് എന്ത് കേസ് എടുക്കാനാണ്? ഇത് നല്ല കഥ. നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. പറ്റൂലെങ്കിൽ നിർത്തിക്കോ ചേച്ചി. ഇത്രയും കഷ്ടപ്പെട്ട് എക്സ്ക്ലൂസീവ് കണ്ടന്റ് ചെയ്യാനൊന്നും ആരും നിർബന്ധിച്ചിട്ടൊന്നുമില്ലല്ലോ. കണ്ടോ സാറേ? എന്ത് കണ്ടത്? ഒരു ചുക്ക് ഇവിടെ സംഭവിക്കാൻ പോണില്ല. സോഷ്യൽ മീഡിയയിൽ ഇടുന്ന കണ്ടന്റുകളല്ലേ, അത് വൾഗറാക്കാതെ അൾട്ടർ ചെയ്യാതെ അതുപോലെ പ്രചരിപ്പിച്ചു എന്ന് വെച്ച് ഇവിടെ ഒരു കോപ്പും സംഭവിക്കാൻ പോണില്ല. അതിപ്പോ എത്ര വലിയ സെലിബ്രിറ്റി ആയാലും അങ്ങനത്തെ. എന്റെ എല്ലാ മാനവും പോയി. സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രം കാണാനാണ്. അത് നീ പേഴ്സണൽ അതിനകത്ത് വന്നിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക, പബ്ലിക് ആയിട്ട് കാണും. നീ സ്ക്രീൻഷോട്ട് എടുത്ത് നിന്റെ ഫോണിൽ വെച്ചോ. വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. അപ്പൊ അതാണ് സംഭവം. സ്ക്രീൻഷോട്ട് എടുക്കുന്നതിനൊന്നും ചേച്ചിക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് എന്നും അതിരുന്ന് കണ്ടോളി, ഒരു കുഴപ്പമില്ല. എനിക്കെന്തോ പോലെ. ഞാൻ പോകുന്നു. ബൈ ബൈ.